20/2024 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ്: കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. അത് ശരിയാണ്. 1741 കൊളച്ചർ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. അതും ശരിയാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടാസ് വ്യവസ്ഥ. കാർട്ടാസ് വ്യവസ്ഥ ശരിയാണ്, പക്ഷെ നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരല്ല, പോർച്ചുഗീസുകാരാണ്. അപ്പോൾ അതും മൂന്നാമത്തെ സെൻറ്റൻസ് തെറ്റാണ്. 1ഉം 2ഉം ശരിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. വൈക്കം സത്യാഗ്രഹം 1924 നമുക്കറിയാം. ചാന്നാർ ലഹള 1859. പാലിയം സത്യാഗ്രഹം 1947-48 കാലം. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. സോ ഫസ്റ്റ് വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ ചാർനാർ ലഹളയാണ്. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് ബാക്കിയെല്ലാം പൂരിപ്പിക്കാൻ പറ്റും. സോ ഓപ്ഷൻ ബി ആണ്. 2143 ആണ് ആൻസർ. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? ഉത്തരം ഡൽഹൌസി പ്രഭുവാണിത്. ഇതിൻ്റെ വേറൊരു ചോദ്യമാണ്, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരെന്നുള്ളത്. സെയിം ചോദ്യം തന്നെയാണ് ഈ മാറ്റിക്കൊടുത്തിരിക്കുന്നത്. ഈ രാജാക്കന്മാർ, നാട് ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാർക്ക് മക്കളില്ലെന്നുണ്ടെങ്കിൽ അവർ പണ്ട് ചെയ്തിരുന്നത് വേറെ ഏതെങ്കിലും കുട്ടികളെ ദത്തെടുക്കും. ആ ദത്തെടുക്കുന്ന കുട്ടിയായിരിക്കും പിന്നെ അനന്തരാവകാശി. പക്ഷേ അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും രാജാവിന് മക്കളില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ദത്തെടുക്കാനുള്ള അവകാശമില്ല. പിന്നീട് ആ രാജ്യം നോക്കുന്നത് ബ്രിട്ടീഷുകാരായിരിക്കും, ഇംഗ്ലീഷുകാരായിരിക്കും. അതാണ് ദത്തവകാശ നിരോധന നിയമം പറഞ്ഞത്. അങ്ങനെ അവരാദ്യമായിട്ട് ഏറ്റെടുത്ത ഒരു രാജ്യമാണ് അവധ് എന്ന് പറയുന്നത്. ആ സന്ദർഭത്തിലാണ് ഈ ഒരു ഡയലോഗ് അടിക്കുന്നത്. അപ്പോൾ ഉത്തരം ഡൽഹൌസി പ്രഭു. ഫോർത്ത് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആര്? മിതവാദികൾ ആരാണെന്നാണ് എന്താ നീങ്ങാത്ത ഓക്കെ. മിതവാദികളിൽ പെടാത്തത് ആരെന്നാണ് മിതവാദികളിൽ പെടുന്നത് ആര്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഈ ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ് ഇവരെല്ലാം എന്താണ്? എക്സ്ട്രീമിറ്റ്സ് ആണ്. ഇവർ അറിയപ്പെടുന്നത് ലാൽ പാൽ ബാൽ എന്നാണ്. ലാൽ മീൻസ് ലാലാ ലജ്പത് റായ്, പാൽ മീൻസ് ബിപിൻ ചന്ദ്രപാൽ, ബാൽ മീൻസ് ബാലഗംഗാധര തിലക്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം. സോവിയറ്റ് യൂണിയനെ ഇൻവേഡ് ചെയ്തതിന്, ആക്രമിച്ചതിനുള്ള പേരാണ് ഓപ്പറേഷൻ ബാർബറോസ. ഈ ബാർബറോസയിലും റായുണ്ട്, സോവിയറ്റ് യൂണിയനിൽ റായില്ല. പക്ഷേ സോവിയറ്റ് യൂണിയൻ ഈസ് ഓൾസോ നോൺ ആസ് റഷ്യ. ആ റഷ്യയിൽ റായുണ്ട്. അങ്ങനെ അത് ഓർത്തിരിക്കും. ബാക്കി എല്ലാം ഇതേപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മറ്റുള്ളവരെ ആക്രമിച്ചിട്ടുള്ള ഓരോരോ ഓപ്പറേഷനുകളാണ്. ഓവർലോഡ് ആണെങ്കിലും ടോർച്ച് ആണെങ്കിലും നെപ്റ്റ്യൂൺ ആണെങ്കിലും. ഇതിൽ ഈ ഓവർലോഡും നെപ്റ്റ്യൂണും എവിടെയാണ്? വെസ്റ്റേൺ യൂറോപ്പ് അല്ലേ? അതെ, വെസ്റ്റേൺ യൂറോപ്പിൽ ആക്രമിച്ചതാണ് ഈ ഓവർലോഡ് ആണെങ്കിലും നെപ്റ്റ്യൂൺ ആണെങ്കിലും. ടോർച്ച് എന്ന് പറയുന്നത് ഫ്രഞ്ച് നോർത്ത് ആഫ്രിക്ക എന്നാണ് അവരോട് കൊടുത്തിരിക്കുന്നത്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഫ്രഞ്ച് നോർത്ത് ആഫ്രിക്ക. അപ്പോൾ ടോർച്ച് ആഫ്രിക്കയാണെന്നെങ്കിലും ഓർത്തിരിക്കുക. അറ്റ്ലീസ്റ്റ് ആഫ്രിക്കയിലുള്ളവരൊക്കെ ഇച്ചിരി കറുത്ത ആൾക്കാരാണ്. സോ അവരെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ടോർച്ച് അടിച്ച് നോക്കണം. എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കുക. നമുക്ക് ഉത്തരം കിട്ടിയാൽ മാത്രം മതി പരീക്ഷയിൽ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? കൊൽക്കത്തയാണ് ഏറ്റവും സുരക്ഷിതമായ നഗരം. ഇവരുടെ തന്നെ റിപ്പോർട്ടിൽ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ചെന്നൈ ആണ് കേട്ടോ. ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം എത്രയാണെന്നാണ് ചോദ്യം. കോറിയോലിസ് ബലം എന്ന് വെച്ചാൽ നമ്മളുടെ എർത്ത് സ്വന്തം ഈ അക്ഷത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. നമുക്ക് അതുകൊണ്ട് ഡേ ആൻഡ് നൈറ്റ് വരുന്നുണ്ട്. ഈ കറക്കം മൂലം എന്ത് സംഭവിക്കുന്നുണ്ട്? നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ളവർക്ക് റൈറ്റിലോട്ടും സദേൺ ഹെമിസ്ഫിയറിലുള്ളവർക്ക് ലെഫ്റ്റിലോട്ടും ഒരു വലിവ് വരുന്നുണ്ട് കാറ്റിന്. ഈ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോറിയോലിസ് ബലം എന്ന് പറയുന്നത്. ഇത് പക്ഷേ ഇക്വേറ്ററിൽ എന്താണ്? ഇക്വേറ്ററിൽ ഈ കോറിയോലിസ് ബലം ഇല്ല. അതായത് ഭൂമധ്യരേഖയിൽ ഈ കോറിയോലിസ് ബലം 0ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രോണസ് ഉപഗ്രഹം ഏതാണ്? അതാണ് IRS-1A എന്ന് പറയുന്നത്. ഇതിങ്ങനെ എപ്പോഴും സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കും. എല്ലാ സമയവും സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളിനെയാണ് എന്തെന്ന് പറയുന്നത്? സൺ സിൻക്രോണസ് ഉപഗ്രഹം. തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏതാണ്?
ഉത്തരം ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ നമ്മുടെ മലപ്പുറം പൊന്നാനി അവിടെയാണ് പോയി പതിക്കുന്നത്. ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണ്? ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഉത്തരം ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള സംവഹന പ്രവാഹമാണ്. വേലിയേറ്റമല്ല, സൗരക്കാറ്റല്ല, കാന്തിക ബലമല്ല, ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള സംവഹന പ്രവാഹം. 11. സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് ഏത്? ഉത്തരം എൽനിനോ. ഉയരുന്നതിന് കാരണമാകുന്നത് എൽനിനോ. സമുദ്ര ഊഷ്മാവ് കുറയുന്നതിന് കാരണമാകുന്നത് ലാനിനോ. ITZ എന്ന് വെച്ചാൽ ITCZ എന്ന് വെച്ചാൽ ഇന്ത്യൻ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്നാണ്. അത് ഇക്വേറ്ററിലുള്ള ഒരു പ്രതിഭാസമാണ്. കോറിയോലിസ് ബലം നമ്മളിപ്പോൾ പറഞ്ഞതാണ്. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം തമിഴ്നാടാണ്. ഞാൻ അധികം യാത്ര ചെയ്യാത്ത ഒരാളാണ്. ഞാനൊരു തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുള്ളൂ. സോ ഞാൻ ആ ഒരു യാത്രയിലാണ് ഞാൻ കാറ്റാടി പാടങ്ങൾ കണ്ടിട്ടുള്ളത്. കാറ്റാടി യന്ത്രങ്ങളും കാറ്റാടി പാടങ്ങളും കണ്ടിട്ടുള്ളത് ആ ഒരു യാത്രയിലാണ്. സോ എൻ്റെ മനസ്സിൽ കാറ്റാടി പാടം, കാറ്റാടി യന്ത്രം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പിക്ചർ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വരും. സോ തമിഴ്നാടാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? PM ആശ യോജന. PM കുസും യോജന എന്ന് വെച്ചാൽ കിസാൻ ഊർജ്ജ സംരക്ഷണ. ഈ കർഷകർക്ക് ഊർജ്ജം എന്തായാലും കൊടുക്കണം, ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന ആ ഒരു പരിപാടിയാണ് കുസും യോജന എന്ന് പറയുന്നത്. പിന്നെ PM സൗഭാഗ്യ മീൻസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ വീടുകളിൽ കൊടുക്കുന്നതാണ് സൗഭാഗ്യ യോജന. PM ഉജ്ജ്വല യോജന ഈ സിലിണ്ടർ കൊടുക്കുന്നത്, LPG കണക്ഷൻ കൊടുക്കുന്നതാണ് ഉജ്ജ്വല യോജന. ഈ സൗഭാഗ്യ ഉജ്ജ്വല ഞാൻ ഈ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടുത്തെ പോസ്റ്റർ വലിയ ഫ്ലക്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മോദി ഈ സിലിണ്ടറും മേടിച്ചൊരു വീട്ടമ്മയുടെ പടമൊക്കെ ആയിട്ടുള്ള ഒരെണ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. സൗഭാഗ്യയിൽ ഞാൻ കണ്ടേക്കണത് മോദിയുടെ പടം ഉണ്ടാവും എല്ലായിടത്തും. ഒരു കുട്ടി ഇങ്ങനെ ബൾബിനെ നോക്കിയോ പഠിച്ചോണ്ടോ എന്തോ ഇരിക്കുന്നത്, അങ്ങനത്തെ അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്. കുസും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ആശ ഞാൻ കേട്ടിട്ടേ ഇല്ല. ആശ എന്തെന്നാണ് ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്. ഹരിത വിപ്ലവവുമായി 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ശരിയാണ് വേണ്ടത്. പവർ സ്റ്റവ് സൃഷ്ടിക്കുന്നതിനാവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെൻറ്റിന് സാധിച്ചു. ശരിയാണ്. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യസാധനങ്ങളുടെ വില കുറഞ്ഞു. ശരിയാണ്. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അതും ശരിയാണ്. നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷമൊക്കെ നമ്മൾ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു. എന്ന് വെച്ചാൽ പട്ടിണിയെന്ന് തന്നെ പറയാം. പട്ടിണിയിലായിരുന്നു. ഇതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് കുറേ പദ്ധതികൾ മുന്നോട്ട് വെച്ചു. അങ്ങനെ വന്ന ഒരിതാണ് ഹരിത വിപ്ലവം നടപ്പിലാക്കാമെന്ന് പറഞ്ഞത്. ഇതുവഴി നമുക്ക് നല്ല രീതിയിൽ അരിയും ഗോതമ്പും വളർത്തിയെടുക്കാൻ സാധിച്ചു. അത് നമ്മളുടെ ആവശ്യത്തും കഴിഞ്ഞ് നമുക്കത് കയറ്റി അയക്കാനുള്ള അത്രയും നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. മനസ്സിലായോ? അങ്ങനെ അതാണ് ആ പവർ സ്റ്റവ് സൃഷ്ടിക്കാനായി എന്ന് പറയുന്നത്. പിന്നെ സാധനങ്ങളുടെ വില കുറഞ്ഞു. പിന്നെ പക്ഷേ എന്താണ് ഇവർ ഈ ഹരിത വിപ്ലവം നടത്തുന്നതിന് വേണ്ടി കുറേ നമ്മൾ ഇടുമല്ലോ വളങ്ങൾ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ, പിന്നെ കുറേ സബ്സിഡി, കുറേ ലോൺ, അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ നടത്തി. പക്ഷേ ഇതിൻ്റെയൊക്കെ ഗുണം കിട്ടിയത് ഇച്ചിരി സമ്പന്ന കർഷകർക്ക് മാത്രമാണ്. കാരണം അവർക്കാണ് ഇതെല്ലാം ഉപയോഗിക്കാനും ഈ ലോണുകൾ വാരിക്കോരി എടുക്കാനും. പാവപ്പെട്ടവരെടുത്തപ്പോൾ ഇവർക്ക് തീരാക്കടമായിട്ട് മാറി. മനസ്സിലായോ? ഇവർക്ക് കിട്ടുന്നുണ്ട്, വിളവുകൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഇവരുടെ തലയിലോട്ട് വീണ്ടും വീണ്ടും ലോണുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സോ സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ആദ്യത്തെ 50 വർഷ കാലയളവിലെ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ 5-ാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിൻ്റെ വിഹിതത്തിൽ വർധനമുണ്ടായി. ഓക്കെ, ശരിയാണ്. ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മുടെ എക്കണോമി എങ്ങനെയെങ്കിലും വളർന്നാൽ മതിയെന്നായിരുന്നു. സോ ആ സമയത്തുണ്ടായ വളർച്ച നമുക്കൊരു വളർച്ചയായിട്ട് തോന്നി. പക്ഷെ അതിനുശേഷം 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയിലേക്കുള്ള മുതൽ മുടക്കിൻ്റെ വിഹിതം കുറഞ്ഞു. പിന്നീട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കയറി ചെറുതായിട്ടൊക്കെ വന്നെങ്കിലും പക്ഷെ അതൊരു വളർച്ചയിലോട്ട് എത്തിയില്ല. നമ്മൾക്ക് അങ്ങോട്ട് എക്കണോമി നമ്മുടെ അത്ര ഫലം കൊണ്ടില്ല. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? ന്യൂ എക്കണോമിക് പോളിസിയും LPG റിഫോംസൊക്കെ കൊണ്ടുവരേണ്ടി വന്നത്. സോ 2 സെൻറ്റൻസും ശരിയാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം വയനാടാണ്. എന്ന് വെച്ചാൽ ഈ ഒരു പ്രോഗ്രാമിൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നും മിനിമം ഒരു ജില്ല വേണമെന്നുണ്ട്, നിർബന്ധമാണ്.
മാക്സിമം എത്രയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മിനിമം ഒരു ജില്ല വേണമെന്നുണ്ട്. അങ്ങനെ 117 112 കാണുന്നുണ്ട്. ഇത്രയും ജില്ലകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരുടെ പുരോഗമനത്തിന് വേണ്ടിയിട്ടാണ്, എല്ലാ രീതിയിലുള്ള പുരോഗമനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി നടത്തിയത്. 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത്. എന്തൊക്കെ ലക്ഷ്യങ്ങളായിരുന്നു ന്യൂ എക്കണോമിക് പോളിസിക്ക് ഉണ്ടായിരുന്നത്? ഇറക്കുമതിയിലും കയറ്റുമതിയിലുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക, താരിഫ് നിരക്കുകൾ കുറയ്ക്കുക, ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടികൾ ഒഴിവാക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നാട്ടിൽ ബിസിനസ് വളരണം, എക്കണോമി നന്നാവണം. സോ അതിനിവിടെ ജോലി വേണം. പക്ഷെ ജോലിയാണെങ്കിൽ ബിസിനസ് എന്തെങ്കിലും കച്ചവടം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കണം. അപ്പം എന്താണ്, നമ്മളുടെ നാട്ടിൽ തന്നെ ഇത് തുടരാൻ നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കച്ചവടമാണെങ്കിലും ബിസിനസ്സാണെങ്കിലും നമ്മുടെ നാട്ടിൽ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്തു, മറ്റേതെല്ലാം എന്ത് തുടങ്ങാനാണെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റി, ഇറക്കുമതിയും കയറ്റുമതിയുള്ള നിയന്ത്രണങ്ങളെല്ലാം പൊളിച്ചെഴുതി, താരിഫ് കുറച്ചു, ലൈസൻസിങ് നടപടികളൊക്കെ ഇല്ലാണ്ടാക്കി. മനസ്സിലായോ? അങ്ങനെയൊക്കെ ചെയ്തു. ഇതെല്ലാം ശരിയാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവൽ കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരി അല്ലാത്തതെന്നാണ്. ഉരുക്ക് വ്യവസായത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും വേണ്ടിയുള്ള കൽക്കരിയുടെ ആവശ്യം കൂടി വരുന്നു. അത് വളരെ കറക്റ്റാണ്. വൈദ്യുതീകരണം വർദ്ധിച്ചതോടെ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞു. അതും ശരിയാണ്. കൽക്കരിയുടെ ആവശ്യം വിതരണത്തേക്കാൾ കുറവല്ല. കൽക്കരിക്ക് ഇപ്പോഴും നല്ല ആവശ്യം തന്നെയാണ്. സോ ഓപ്ഷൻ ഡി 3 മാത്രമാണ് ഇവിടെ തെറ്റല്ലാണ്ടുള്ളത്. ഇന്ത്യ എന്ന് പറയുന്നത് കൽക്കരിയുടെ കാര്യത്തിൽ സെക്കൻഡ് പ്ലേസ് ആണ് അല്ലേ. സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കൽക്കരിയാണ് നമ്മളെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ കൽക്കരി വേൾഡ് വൈഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണലി നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ബെറ്റർ ക്വാളിറ്റി ഉള്ളതല്ല. പക്ഷേ എന്നാലും നമ്മളുടേതായ ആവശ്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇപ്പോൾ ഈ സ്റ്റീം എൻജിൻ പ്രവർത്തിക്കാൻ, ടർബൈൻസ് ഒക്കെ കറക്കാനും അത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനും ഉരുക്ക് വ്യവസായത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, കൽക്കരിയാണ്. ആകെ കൽക്കരിയുടെ ഉപയോഗിച്ചിട്ട് കുറഞ്ഞിട്ടുള്ളത് റെയിൽവേയിൽ മാത്രമാണ്, അവിടെയില്ല. പക്ഷേ ഇപ്പോഴും കൽക്കരിക്കും വളരെ നല്ല ആവശ്യമാണ് ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏത്? ആദ്യത്തെ ലിഖിത ഭരണഘടന അല്ല, അത് ഇന്ത്യയുടെ അല്ല. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന, അത് ഇന്ത്യയുടെയാണ്. ഭരണഘടന എഴുതി പൂർത്തീകരിക്കാൻ 3 വർഷം 11 മാസം 18 ദിവസം എടുത്തു. തെറ്റാണത്. 3 വർഷമല്ല, 2 വർഷം 11 മാസം 18 ദിവസം എടുത്തുള്ളൂ. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകളുണ്ട്. 8 അല്ല, തുടക്കത്തിലാണ് 8 പട്ടികകൾ, ഇപ്പോൾ 12 പട്ടികകളുണ്ട്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ജനങ്ങളായി നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും. ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയിലെ ഏത് സവിശേഷതയാണ്? ആമുഖം. ചേരുംപടി ചേർക്കുക. ബാലവേല നിരോധനം. ഇതിൽ നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു ഇതാണ് വിദ്യാഭ്യാസ മൗലിക അവകാശം, ആർട്ടിക്കിൾ 21A. ഇത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി ഉത്തരം കിട്ടിക്കഴിഞ്ഞു. പക്ഷെ നമുക്കിവിടെ എല്ലാം നോക്കാം. ബാലവേല നിരോധനം ആർട്ടിക്കിൾ 24 ആണ്. ഇതിലൊന്ന് ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ 24 ആണ് ബാലവേല. ബാലവേല നിരോധന ദിനം എന്ന് പറയുന്നത് 24ൻ്റെ ഹാഫ് 12, 12ൻ്റെ ഹാഫ് 6. 6th മന്ത് എന്ന് വെച്ചാൽ ജൂണാണ്. ജൂൺ 12നാണ് ബാലവേല നിരോധന ദിനം. സ്വത്തവകാശം 300A ആക്കി നമ്മുടെ 44th അമെൻമെൻറ്റ് വഴി. അതെന്തിനാ അങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ, സ്വത്തവകാശം ഒരു ലീഗൽ റൈറ്റ് അല്ല, ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് റോഡ്, റെയിൽവേ, ഫ്ലൈ ഓവർ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കായിട്ടും സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. പക്ഷേ ഇതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് അങ്ങനെ സ്ഥലം ഏറ്റെടുക്കാൻ പറ്റില്ല, നമ്മളുടെ രാജ്യത്ത് വികസനങ്ങൾ ഉണ്ടാവില്ല. സോ അതുകൊണ്ടാണ് അത് ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്ന് ഇതൊരു ലീഗൽ റൈറ്റ് ആയിട്ട് മാറ്റിയത്. അവസര സമത്വം ആർട്ടിക്കിൾ 16, മൗലിക വിദ്യാഭ്യാസം 21A. 22nd ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? ഏകീകൃത നിയമ സംവിധാനം, യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 44 കറക്റ്റാണ്. മൗലിക കടമകൾ ആർട്ടിക്കിൾ 51 അല്ല, 51A ആണ്. 42nd അമെൻമെൻറ്റ് വഴി കൂട്ടിച്ചേർത്തതാണ്. ഹൈക്കോടതിയുടെ റിട്ടധികാരം 226. അപ്പോൾ സുപ്രീം കോടതിയുടെ റിട്ടധികാരം ഏതാണ്? 32. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് ആർട്ടിക്കിൾ 61. പ്രസിഡൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് 61. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏതൊക്കെയാണ്? സുപ്രീം കോടതിക്ക് കുറേ അധികാരങ്ങളുണ്ട്. തനത് അധികാരം, റിട്ട് അധികാരം, അപ്പീൽ അധികാരം, ഇങ്ങനെയെല്ലാം പറയുന്നത്. ഇതിൽ തനത് അധികാരത്തിൽ 2 കാര്യങ്ങളാണ് വരുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങളുമാണ് തനത് അധികാരത്തിൽ വരുന്നത്. സോ ഉത്തരം ഓപ്ഷൻ എ, സി ആൻഡ് ഡി ആണ്. എന്ത്? തനത് അധികാരത്തിൽ പെടാത്തത് അപ്പീൽ അധികാരം, റിട്ട് അധികാരം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24, യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏത്?
തുറമുഖങ്ങൾ, ഹൈവേകൾ, റെയിൽവേ ഇത് മൂന്നും യൂണിയൻ ലിസ്റ്റാണ്. പൊതുജനാരോഗ്യം യൂണിയൻ ലിസ്റ്റ് അല്ല, അത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? അമെൻമെൻറ്റ് 91st അമെൻമെൻ്റ് ആണ് 15% ഇത് 2003 ഓക്കെ. 2003 തന്നെ ഒരു മൾട്ടിപ്പിളാണ് 91 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 9 ഭേദഗതി അമെൻമെൻറ്റ്. 15 ഈസ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് 3. ഒരു 3ൻ്റെ ഒരു ബന്ധം ഉണ്ടെന്നോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കുക. ചേരുംപടി ചേർക്കുക. ഈ കമ്മിറ്റികളെല്ലാം എന്താണ്? നമ്മുടെ പഞ്ചായത്ത് രാജിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റികളാണ്. പഞ്ചായത്ത് രാജിൻ്റെ ഫസ്റ്റത്തെ കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. വർഷം 1957. 2D ആണെന്ന് നമുക്കറിയാം. പിന്നെ തേർഡ് വൺ പിന്നെ വന്ന സെക്കൻഡ് കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. അത് ഒരു 20 വർഷം 57 എന്നുള്ളത് 77 1977. പിന്നെ അടുത്തത് തുങ്കനും സിംഗ്വി കമ്മിറ്റിയും. ഇതിൽ സിംഗ്വി കമ്മിറ്റി 1986 ആണ്. സിംഗ്വി കമ്മിറ്റി 1986 തുങ്കൻ കമ്മിറ്റി 1989 ആണ്. ഇനി ഇതിൽ ഈ പഞ്ചായത്ത് രാജിന് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി കൊടുക്കണം എന്ന് പറഞ്ഞത്, കോൺസ്റ്റിറ്റ്യൂഷനല്ല സ്റ്റാറ്റ്യൂട്ടറി പദവി കൊടുക്കണം എന്ന് പറഞ്ഞത് PK തുങ്കൻ കമ്മിറ്റിയാണ്. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏതാണ്? ഇതൊന്നും ശുചിത്വ മിഷനും കിലയും കുടുംബശ്രീയും ഇൻഫർമേഷൻ കേരള മിഷനും എല്ലാം എന്തിൽ വരുന്നതാണ്? കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് കീഴിൽ വരുന്നതാണ് ഇതെല്ലാം. സോ ആൻസർ ഇവയൊന്നുമല്ല, ഓപ്ഷൻ ഡി. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിട്ടുള്ള നിയോജക മണ്ഡലം ഏതൊക്കെയാണ്? ഇതിലെല്ലാം കൊടുത്തിരിക്കുന്ന എല്ലാം തെറ്റാണ്. MB രാജേഷ് തൃത്താലയാണ്. P രാജീവ് കളമശ്ശേരിയാണ്. PA മുഹമ്മദ് റഷീദ് ബേപ്പൂരാണ്. വീണ ജോർജ് ആറന്മുളയാണ്. ഒന്നുകൂടി, MB രാജേഷ് തൃത്താല, P രാജീവ് കളമശ്ശേരി, PA മുഹമ്മദ് റഷീദ് ബേപ്പൂർ, വീണ ജോർജ് ആറന്മുള. 29th ക്വസ്റ്റ്യൻ, നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസ്സാക്കിയ ദിനം ഏത്? നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് 2021 സെപ്റ്റംബർ 20 ലോക്സഭ പാസ്സാക്കിയത്. രാജ്യസഭ പാസ്സാക്കിയത് സെപ്റ്റംബർ 21 പ്രസിഡന്റ് പാസ്സാക്കിയത് സെപ്റ്റംബർ 28 നമ്മൾ ഓർക്കും, ഓരോന്ന് പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കും എന്തിനാണ് ഇതെല്ലാം ലോക്സഭ പാസ്സാക്കിയത്, രാജ്യസഭ പാസ്സാക്കിയത്, ഇതെല്ലാം പഠിക്കണം, ജസ്റ്റ് ആ പാസ്സായ ഡേറ്റ് മാത്രം പോരെന്നൊക്കെ നമ്മൾ ഓർക്കും. പക്ഷെ ഇങ്ങനെയും ചോദിക്കുന്നുണ്ട്. ലോക്സഭ പാസ്സാക്കിയത് എന്നാണെന്നാണ് ചോദ്യം. സെപ്റ്റംബർ 20, 21 രാജ്യസഭ, പ്രസിഡന്റ് 28. ഇനി എന്താണ് ഈ ബില്ല് പറയുന്നത്? ഇത് 106ാമത്തെ അമെൻമെൻ്റാണ്. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ 33% ഓഫ് സീറ്റ് ഇൻ ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആൻഡ് ഡൽഹി കോൺസ്റ്റിറ്റ്യുവൻസി. ഇവിടെ എല്ലാം മാർക്കാണ്. ഇതെല്ലാം സ്ത്രീകൾക്കുള്ളതാണെന്നാണ് പറയുന്നത്. പിന്നെ 30th ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിൽ ശരിയായി ക്രമപ്പെടുത്തുക. ഇതിലും നമുക്കറിയാവുന്നത് 1ാം വായന, 2ാം വായന, 3ാം വായന ഉണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഒരു കമ്മിറ്റി ഘട്ടമോ ഒരു റിപ്പോർട്ടിംഗ് ഘട്ടമോ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. സോ 1ാം വായന നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്കൊരു ബില്ല് നമ്മുടെ ഇവിടെ കൊണ്ട് അവതരിപ്പിക്കാം. ഇപ്പോൾ ഒരു മന്ത്രിയോ നമ്മളോ ആരാണെങ്കിലോ അവിടെ ചെന്ന് അവതരിപ്പിച്ചു. സോ 1ാം വായന അത് വായിക്കും, ജസ്റ്റ് അതൊന്ന് വായിക്കുന്നു. സെക്കൻഡ് 2ാം വായന. 2ാം വായനയിൽ നല്ല വിശദമായി വായിച്ച് വേണ്ട ചർച്ചകളൊക്കെ അവിടെ നടത്തുന്നു. ഇതിന് ശേഷം 2ാം വായനയിൽ എല്ലാ ക്ലോസും എടുത്ത് പ്രത്യേകം വായിക്കുന്നു. ചിലപ്പോൾ ചിലത് അംഗീകരിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇതിന് ശേഷം ഒരു കമ്മിറ്റി രൂപീകരിക്കും. കമ്മിറ്റി രൂപീകരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തുമ്മൽ വരുന്നു. ഈ കമ്മിറ്റി ഇത് പഠിച്ച് ഇതിനൊരു റിപ്പോർട്ട് തയ്യാറാക്കണം. ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം. എന്നിട്ടാണ് അതിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വീണ്ടും നമ്മളൊരു 3ാം വായന വായിക്കുന്നു. എന്നിട്ട് അടുത്ത സഭയിലോട്ട് പോകും. എൻ്റെ ദൈവമേ, സോറി കേട്ടോ. അപ്പോൾ 1ാം വായന, 2ാം വായന, കമ്മിറ്റി, റിപ്പോർട്ടിംഗ് ഘട്ടം, പിന്നെ 3ാം വായന. 31st ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ ശരീരം ഹാജരാക്കുക, ശരിയാണ്. പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ സ്റ്റേ ഓർഡറാണ്. നിർത്തുക എന്നാണ് അർത്ഥം, നിലനിർത്തുകയല്ല നിർത്തുക. മാൻഡമസ്
ഞാൻ കൽപ്പിക്കുന്നു, ഞങ്ങൾ കൽപ്പിക്കുന്നു, ആജ്ഞാപിക്കുന്നു. മസ്റ്റ് ഡു. കോ വാറൻറ്റോ എന്ന് വെച്ചാൽ വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്തിലാണ്. സോ ഇവിടെ തെറ്റായിട്ടുള്ളത് ബി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ശരിയാണ്. ഇനി അടുത്തത് 32nd ക്വസ്റ്റ്യൻ. 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാകുന്ന അപര്യാപ്ത രോഗം ഏതെന്നാണ്. ഉത്തരം പെല്ലാഗ്രയാണ്. 4D എന്നറിയപ്പെടുന്നത് പെല്ലാഗ്ര. ഈ 4Dയിലെ ഡികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡയേറിയ, ഡിമെൻഷ്യ, ഡെർമറ്റൈറ്റിസ്, ഡെത്ത്. ഡയേറിയ, ഡിമെൻഷ്യ, ഡെർമറ്റൈറ്റിസ്, ഡെത്ത്. ഡയറിയ മീൻസ് വയറിളക്കം, ഡിമെൻഷ്യ മീൻസ് ഒരു മറവി രോഗം പോലത്തെ, ഡെർമറ്റൈറ്റിസ് എന്ന് വെച്ചാൽ സ്കിന്നിൽ റാഷസ് വരുന്നതാണ്, പിന്നെ ഡെത്ത്. ഈ 4 ചേർന്നതാണ് എന്ത്, പെല്ലാഗ്ര. ഇനി 33rd ക്വസ്റ്റ്യൻ. AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സാർവത്രിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം എന്താണ്? അവരുടെ പ്ലാസ്മയിൽ ആൻറ്റിബോഡി എയും ബിയും ഇല്ല. പ്ലാസ്മയിൽ ആൻറ്റിബോഡി എയും ബിയും ഇല്ല. മനസ്സിലായോ? AB-ക്ക് എയും ബിയും ഇല്ല, Oയ്ക്ക് എയും ബിയും ഉണ്ട്, Aക്ക് ബി ഉണ്ട് ആൻറ്റിബോഡി, ബിക്ക് എ ഉണ്ട്. ഓപ്പോസിറ്റാണ് വരുന്നത്. മനസ്സിലായോ? AB-യിൽ ഇല്ല, എയും ഇല്ല, ബിയും ഇല്ല. അതപ്പോൾ അവിടെ ഒന്ന് 0 ആണെന്ന് ഓർത്തിരുന്നു. Oയ്ക്ക് ഇത് രണ്ടും ഉണ്ട്, ആൻറ്റിബോഡി എയും ഉണ്ട്, ആൻറ്റിബോഡി ബിയും ഉണ്ട്. Aക്ക് ആൻറ്റിബോഡി ബി ഉണ്ട്, ബിക്ക് ആൻറ്റിബോഡി എ ഉണ്ട്. ഇതിങ്ങനെ ഓപ്പോസിറ്റാണ് വരുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ AB ബ്ലഡ് ഗ്രൂപ്പ് സ്വീകരിക്കാൻ പോകുമ്പോൾ രണ്ടും ഇല്ലാത്ത കാരണം ആരുടെ A വന്നാലും ഇടിക്കാൻ ആളില്ല. ആൻറ്റിബോഡീസ് എന്ന് വെച്ചാൽ ഒരു ഗുണ്ടനെ പോലെ ഓർത്താൽ മതി. Aയിൽ നിന്ന് ബ്ലഡ് കൊടുത്താലും ഇടിക്കാൻ ആരില്ല. മനസ്സിലായോ? എയും ഇല്ല, ബിയും ഇല്ല. അപ്പോൾ ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാം. പക്ഷേ Oയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, Oയിൽ ആൻറ്റിബോഡി എയും ഉണ്ട്, ബിയും ഉണ്ട്. സോ ഇപ്പോൾ ബ്ലഡ് A വന്നാൽ ആൻറ്റിബോഡി എ ഇടിക്കും. മനസ്സിലായോ? ബി ബ്ലഡ് കൊടുക്കാൻ വന്നാൽ ഇടിക്കും. O കൊടുക്കാൻ വന്നാൽ കുഴപ്പമില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് Oയ്ക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും, പക്ഷെ ആരിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ? Oയ്ക്ക് Oയിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 34ാമത്തെ ക്വസ്റ്റ്യൻ. ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു ഏത്? പൊട്ടാസ്യം. ഇങ്ങനെ ഓർത്താൽ മതി. നമ്മൾ നല്ല മസിലുള്ള ചിലവരെയൊക്കെ പറയില്ല, അവൻ ആ മസിൽ മാത്രമേ ഉള്ളൂ, വെറും പൊട്ടനാന്ന് പറയില്ലേ, അത്രയേ ഉള്ളൂ. മസിൽ കൂടുമ്പോൾ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് എന്ത്? പൊട്ടാസ്യം. അപ്പം മസിൽ കൂടിയവൻ എന്താവും, കൂടുതൽ പൊട്ടാസ്യം ഉണ്ട്. സോ അവനെ പൊട്ടനെന്ന് വിളിക്കുന്നു. മനസ്സിലായോ? മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? നമ്മൾ രാത്രിയാകുമ്പോൾ ഉറങ്ങുന്നതും വെളിച്ചം വീഴുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നത്, ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മെലാറ്റോണിൻ എന്ന് പറഞ്ഞ സംഭവമാണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? പരിരക്ഷ എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പരിരക്ഷ. 1987 വായു ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ശബ്ദം. ശബ്ദം എന്താണെന്ന്? ദോഷമാണെന്നാണ് പറയുന്നത്. 38ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിൻ്റെ തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. ഇപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റിയും പെർപെൻഡിക്കുലർ വെലോസിറ്റിയും തുല്യമാണെന്നാണ് പറയുന്നത്. ഇനി പരമാവധി കിട്ടുന്ന രീതിയിൽ, അതേപോലെ ഇതിൻ്റെ വേറൊരു ക്വസ്റ്റ്യനാണ് ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 45 ഡിഗ്രി ആംഗിളിൽ എറിഞ്ഞാലേ പരമാവധി പരിധി കിട്ടുള്ളൂ. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ. VE എന്നത് ഭൂമിയുടെ പലായന വേഗത്തെയും VO എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിൻ്റെ പരിക്രമണ വേഗത്തെയും പ്രതിനിധീകരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം. ഇത്രയേ ഉള്ളൂ ചോദ്യം. നമ്മുടെ എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി, എർത്തിൻ്റെ അരികത്ത് കിടക്കുന്ന ഒരു ഉപഗ്രഹം മൂൺ കറങ്ങുക, ഇറ്റ്സ് ആൻ ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ആ ഒരു ഓർബിറ്റിൽ കറങ്ങുന്ന ഓർബിറ്റൽ വെലോസിറ്റി, ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ VE എന്ന് വെച്ചാൽ എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2 ഓഫ് VO. മനസ്സിലായോ? √2 ഓഫ് VO ആണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം അതല്ല, നമ്മളിനിയിപ്പോൾ ഇവിടെ നമ്മളൊരു റോക്കറ്റ് വിടുകയാണ്, VE വെലോസിറ്റിയിൽ എസ്കേപ്പ് വെലോസിറ്റിയിൽ വിട്ടാൽ അത് നമ്മളുടെ എർത്തിന് ഒരു ഓർബിറ്റിൽ പോയി കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നോളും. അതാണ് ഈ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മളുടെ ആ ഒരു കാന്തിക മണ്ഡലം, കാന്തിക അല്ലല്ലോ, എന്താ പറയുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള, തെറിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി. ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ വക്രത ആരം 24 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഫോക്കസ് ദൂരം എത്ര?
വക്രത ആരം 24 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് റേഡിയസ് ഈക്വൽ ടു 2f എന്നാണ് ഓർക്കാൻ മതി. RS ഈക്വൽ ടു 2f. ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ ഓർത്താം. ആറല്ലേ ആൽഫബറ്റിൽ വലിയത്, 2f ചേർന്നാലേ ഒരു 6 കിട്ടുള്ളൂ. അങ്ങനത്തെ അവർ ഇതിൽ ഓർത്തിരിക്കുക. 2f ചേർന്നാലേ ഒരു 6 കിട്ടുള്ളൂ. സോ RS ഈക്വൽ ടു 2f. ഇവിടെ നമുക്ക് 6 തന്നിട്ടുണ്ട്. അപ്പോൾ f എത്രയാണ്? 12. 41st ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവർ ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത്. ചന്ദ്രയാന് 3 ലക്ഷ്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ എല്ലാം ശരിയാണ്. ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. എന്തൊക്കെയാണ് മൃദുവായ ലാൻഡിങ്, സേഫ് ആൻഡ് സോഫ്റ്റ് ലാൻഡിങ്? ഈ നമ്മുടെ ലാൻഡർ ആരാണ്? അതാണ് നമ്മുടെ വിക്രം ചെയ്യേണ്ടത് എന്താണ്? സേഫ് ആൻഡ് സോഫ്റ്റ് ലാൻഡിങ് വേണം അവർക്ക്. നല്ല സ്പീഡിൽ ഇതിങ്ങനെ കറങ്ങിയാണ് ഇവിടെ നിന്ന് ചെല്ലുന്നത്. സോ അവിടെ ചെന്ന് അത് ഇടിച്ചിറങ്ങാൻ പാടില്ല. സേഫ് ആൻഡ് സോഫ്റ്റ് ലാൻഡിങ് ആയിരിക്കണം. പിന്നെ റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, ഇതവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ റോവർ ഉണർന്ന് പ്രവർത്തിക്കും. അതവിടെ കിടന്ന് നല്ല രീതിയിൽ കറങ്ങുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ സ്ഥലത്തെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. പിന്നെ പരീക്ഷണങ്ങൾ, വെള്ളമുണ്ടോ, മണ്ണുണ്ടോ, വായുണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രയാൻ 3 പോകുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6ലാണ് കാണപ്പെടുന്നത്. ശരിയാണ്. ഏതാണ് ആ മൂലകം? ക്രോമിയമാണ് നമ്മുടെ ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം. അത് കാണപ്പെടുന്നത് ഗ്രൂപ്പ് 6ലാണ്. ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. അതെ, ഗ്ലാസ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല രസം അത് കാണാൻ. പല കളറിലുള്ള ഗ്ലാസ് നല്ല ചൂടാക്കി ഈ എന്താ പറയുക, തീക്കനലല്ല, നമ്മുടെ ഇരുമ്പൊക്കെ ചുട്ട് പഴുപ്പിച്ച് കൊടുക്കില്ല, അതേപോലത്തെ ഒരു സാധനം. പിന്നെ അതിൽ നിന്നും പല ഷേപ്പിലുള്ള ഗ്ലാസിൻ്റെ മെറ്റീരിയൽസൊക്കെ ഉണ്ടാക്കുന്നതാണ് നല്ല ഭംഗിയാണ്. കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് ദ്രാവകമായി മാറുന്നു. ഒരിക്കലുമില്ല. കർപ്പൂരം നമ്മുടെ മറ്റേ സബ്ലിമേഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് പഠിക്കുന്നതാണ് കർപ്പൂരം. പാലിന് pH മൂല്യം 7ൽ കൂടുതലാണ്. അല്ല, പാലിൻ്റെ pH മൂല്യം എത്രയാണ്? 6.5 to 6.7 വരെയാണ് പാലിൻ്റെ pH മൂല്യം. ചിലപ്പോൾ നമ്മളിങ്ങനെ ഓർക്കും പാലൊക്കെയുള്ള, പ്രത്യേകിച്ച് എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓർക്കാൻ ചാൻസ് ഉണ്ട്. പാലിലോട്ട് ഈ അസിറ്റിക് ആസിഡും എന്ന് വെച്ചാൽ നമ്മുടെ വിനാഗിരിയും നാരങ്ങയൊക്കെ ഒഴിക്കുമ്പോൾ അത് പിരിഞ്ഞു പോകുന്നുണ്ടല്ലോ. അപ്പോൾ അത് ബേസ് ആയതുകൊണ്ടായിരിക്കും ആസിഡ് വീണപ്പോൾ അപ്പോൾ പിരിഞ്ഞു പോകണത്. ആസിഡ് വീണാൽ വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ, ഇത് പിരിഞ്ഞു പോയല്ലോ, അതെന്താണെന്നൊക്കെ നമ്മൾ ഓർക്കും. പക്ഷേ ഇല്ല, പാലൊരു ചെറിയ മൈൽഡ്, വെരി ലൈറ്റായിട്ടുള്ള ഒരു ആസിഡാണ്. നമ്മൾ പിന്നെ ഒരു കാര്യം പഠിക്കുന്നുണ്ട്, പാലിൻ്റെ ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട് ലാക്റ്റിക് ആസിഡാണ്. മനസ്സിലായോ? സോ 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്, ബാക്കിയെല്ലാം തെറ്റാണ്. 43. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. ഇതിൽ ബോയിൽസ് ലോ എന്ന് പറയുന്നത്, ബോയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ബോയിൽ, BOIL. ലോൻ്റെ സ്പെല്ലിങ് നോക്കണ്ട. ബോയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താണ്? വെള്ളം തിളപ്പിക്കണമെങ്കിൽ ഇത് വേണം, ചൂട് വേണം. സോ ബോയിൽ എന്ന് പറയുന്ന ലോയിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ട് ആരാ നിൽക്കുക? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടിരുന്നാൽ പിന്നെ ബാക്കി രണ്ടാണ് പ്രഷറും വോളിയം. പ്രഷർ കൂടി എന്ത് പറ്റും? പ്രഷർ ഇങ്ങനെ കൂടി നമ്മൾ ഒരു സാധനം അമുക്കി പിടിച്ചാൽ അതിൻ്റെ വോളിയം എന്തായിരിക്കും? ഒരു സ്പോഞ്ചിൻ്റെ സാധനം നമ്മുടെ കയ്യിൽ വെറുതെ ഇങ്ങനെ ഇരിക്കാം, അതിന് നല്ല വോളിയത്തിലിരിക്കേണ്ടി വരും. നമ്മൾ നല്ല പ്രഷർ കൊടുത്ത് അതിനിങ്ങനെ അമുക്കി എന്ത് പറ്റും? സ്പോഞ്ചിൻ്റെ ആ ഉണ്ടായിരുന്ന വോളിയത്തിനേക്കാൾ അത് കുറഞ്ഞ് ചുരുങ്ങി നമ്മുടെ കയ്യിലേക്ക്. എന്തുകൊണ്ടാണ്? നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ എന്ത് പറ്റി? വോളിയം കുറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ ഈ ചാൾസ് ലോയിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, ബോയിൽസ് ലോയിലാണെങ്കിൽ ചാൾസ് ലോയിൽ ആരായിരിക്കും കോൺസ്റ്റൻറ്റ്? പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൂടി. നമ്മൾ അതേപോലെ പഠിച്ചിട്ടുള്ളതാണ് ബലൂൺ. വീർപ്പിച്ചിട്ട് വെയിലത്തിട്ടാൽ അത് പൊട്ടിപ്പോകുന്നു. എന്തുകൊണ്ടാണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വോളിയം കൂടുകയാണ്. വോളിയം കൂടുമ്പോൾ അത് ബലൂണിന് താങ്ങാൻ പറ്റാണ്ടാവുമ്പോൾ അത് പൊട്ടിപ്പോകും. ഇത്രയേ ഉള്ളൂ. ഇവിടെയും എന്താണ്? ഉയർന്ന ഊഷ്മാവിൽ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, അപ്പം വീർക്കുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു. ഇറ്റ്സ് ചാൾസ് ലോ. ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്ര ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിൻ്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എത്ര? എല്ലാവർക്കും 108 × 6.022 × 10⁻23 എന്ന് ഏതാണുള്ളൊരു ഇത് തോന്നും. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ആ ഒരു മോളിക്യൂളിൻ്റെ തന്മാത്ര, മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട് 108 ആണെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഒരു മോളിക്കുലർ മാസ്സുള്ള ആ സംഭവത്തിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 1.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസിൻ്റെ ഭാരം എന്ന് പറയുന്നത് എന്തുവാണ്? 108 ഗ്രാം തന്നെയാണ്. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏത് വർഷമാണെന്നാണ്? പീരിയോഡിക് ടേബിളിൻ്റെ വർഷം, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിളിൽ
2019. ഞാനിതെങ്ങനെ ഓർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ മോളോടൊക്കെ പണ്ടൊക്കെ പി പഠിപ്പിച്ചപ്പോൾ പി എഴുതാൻ പറയുമ്പോൾ അവൾ ചിലപ്പോൾ 9 എഴുതി വയ്ക്കും. 9 എഴുതാൻ പറയുമ്പോൾ അവൾ ചിലപ്പോൾ പി എഴുതി പോകും, മറഞ്ഞു പോകും. മനസ്സിലായോ? ഈ 9ഉം പിയും തമ്മിൽ മറഞ്ഞു പോകാറുണ്ട്. 1 2 3 എഴുതി വരുമ്പോൾ അവസാനം നോക്കുമ്പോൾ പി 7 8 P10 എന്നൊക്കെ ആയിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക. മനസ്സിലായോ? അങ്ങനെയാണ് ഇത് ഓർത്തിരിക്കുന്നത്. പീരിയോഡിക് ടേബിൾ 2019. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 46. തപാൽ സഭയിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. കാലാഹിരൻ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ ആരാണ്? കാലാഹിരൻ. IM വിജയൻ. പുള്ളിക്കാരൻ കറുത്തിട്ടാണ്. സോ കാല മീൻസ് ഹിന്ദിയിൽ ബ്ലാക്ക് എന്നാണ് അർത്ഥം. കാലാഹിരൻ IM വിജയൻ. ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയത് സലീം കുമാർ. നജീബ് ഏത് പ്രധാന കൃതിയിലെ കഥാപാത്രമാണ്? ആടുജീവിതം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ ആരാണ്? MS ധോണി. MS ധോണിയാണ് SBIയുടെ അംബാസിഡർ. അടുത്തത് മാത്സ് ആണ്. മാത്സ് നമുക്കിപ്പോൾ വേണ്ട, നമുക്ക് ഇംഗ്ലീഷിലോട്ട് കിടക്കാം. അനിത റയർലി ആൻസേഴ്സ്. ഈ ക്വസ്റ്റ്യൻ ഉണ്ടാകില്ല. റയർലി ഒരു നെഗറ്റീവ് മീനിങ് ആണ്. ബെയർലി, ഷുവർ, ബെയർലി, സെൽഡംലി, ഹാർഡ്ലി, ഇതെല്ലാം നെഗറ്റീവ് വരുന്നതാണ്. റയർലി നെഗറ്റീവ് മീനിങ് ആണ്. സോ ആൻസർ ഡസ് ഷീ. ഇഫ് ഐ ഡാഷ് ഹാഡ് ഡാഷ് ദ പ്രോജക്റ്റ് ഹെഡ് ഐ കുഡ് ഹാവ് മെയ്ഡ് യു ആസ് മൈ സെക്രട്ടറി. ഇവിടെ ഐ കുഡ് ഹാവ് എന്നാണ്. ഐ കുഡ് എന്നായിരുന്നു വെച്ചെങ്കിൽ ഹാവ് ബീൻ, ഇഫ് ഐ ഹാവ് ബീൻ എന്ന് തന്നെ ഐ ഹാവ് ബീൻ വന്നാണ്. ഇഫ് ഐ ക്യാൻ എന്നായിരുന്നു വെച്ചെങ്കിൽ എന്ത് വന്നാണ്? ഐ വില്ലെന്ന് വന്നാൽ അത് തന്നെ. അവിടെ എന്ത് വന്നാണ്? ഐ വാസ് ദ പ്രൊജക്റ്റ് ഹെഡ് എന്ന് വന്നാണ്. ഇഫ് ഐ ആം ദ പ്രൊജക്റ്റ് ഹെഡ് ഐ വിൽ, ഐ ആം എന്ന് വന്നാണ്. ഇവിടെ എന്താണ്? ഐ കുഡ് ഹാവ് ആണ്. സോ എന്ത് വരും? ഹാഡ് ബീൻ വരും. നെവർ ഹാവ് ഐ ഹേർഡ് സച്ച് എ സ്റ്റോറി. നെവർ ഹാവ് ഐ ഹേർഡ് സച്ച് എ സ്റ്റോറി എന്നാണ് ഉത്തരം. നിഹാരിക ക്യാൻ സോൾവ് ദിസ്. പാസീവ് വോയിസിലോട്ട് മാറ്റാനേ പറ്റാം. പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ എന്താണ്? ലാസ്റ്റ് നടക്കുന്നത് ക്രൈസിസിനെടുത്ത് ഫ്രണ്ടിലെടുക്കും. ദ ക്രൈസിസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ ആര്? നിഹാരിക. 65ാമത്തെ ക്വസ്റ്റ്യൻ. എവരി വൺ ഓഫ് ദ പ്ലെയേഴ്സ്. എവരി വൺ ആണ് വന്നിരിക്കുന്നത്. സോ സിംഗുലർ. എവരി വൺ ഓഫ് ദ പ്ലെയേഴ്സ് വാസ് ഇൻവൈറ്റഡ് ഫോർ ദ പാർട്ടി. വിച്ച് വേർഡ് ഇസ് മിസ്പെൽഡ്? പ്രൊമസ്ക്യൂസ്. ഇതിൽ PROMIS ആണ്. മനസ്സിലായോ? PROMES അല്ല, PROMISCUOUS, പ്രൊമിസ്ക്യൂസ്. 67. ഹീ ഈസ് എ ബിഗ് ചീസ്. ഇവിടെ ബിഗ് ചീസ് എന്ന് വെച്ചാൽ എന്താണ്? ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ എന്നാണ് അതിൻ്റെ അർത്ഥം. ദ തീവ്സ് പ്ലാൻഡ് ടു ഡാഷ് ദ ബാങ്ക് ഓഫ് പൂനെ. മേക്ക് എവേ എന്നാണ് ഉത്തരം. മേക്ക് എവേ വിത്ത് എന്നല്ല, മേക്ക് എവേ എന്ന് വെച്ചാൽ തന്നെ എന്താണ്? സ്റ്റിൽ കട്ടെടുക്കുക എന്നാണ് അർത്ഥം. ദ തീവ്സ് പ്ലാൻഡ് ടു മേക്ക് എവേ വിത്ത് ദ ബാങ്ക് ഓഫ് പൂനെ. സെറ്റ് ഐസൈഡ് എന്ന് വെച്ചാൽ കുറച്ച് റിസർവ് ചെയ്ത് മാറ്റി വയ്ക്കുക എന്നാണ്. ടേക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ റിസംബിൾസ്, അമ്മ മോളെ പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറയില്ലേ, അതാണ് ടേക്ക് ആഫ്റ്റർ എന്ന് പറയുന്നത്. മേക്ക് ഔട്ട് എന്ന് വെച്ചാൽ ടു കിസ്, മേക്ക് ഔട്ട്, ടു കിസ്. ഷീ ഈസ് സഫറിങ് ഫ്രം തനാറ്റോഫോബിയ. തനാറ്റോഫോബിയ എന്ന് വെച്ചാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഫിയർ ഓഫ് ഡെത്ത്. തനാറ്റോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ഡെത്ത് ആണ്. ഇനി ഇതിൽ സ്നേക്സ് അത് തന്നെ. ഫിയർ ഓഫ് സ്നേക്സ് എന്ന് വെച്ചാൽ ഒഫിഡിയോഫോബിയ ആണ് ഫിയർ ഓഫ് സ്നേക്സ്. അല്ലേ ഈ പാമ്പ് ഇങ്ങനെ കിടക്കുമ്പോൾ ചുറ്റി വളഞ്ഞ് വട്ടത്തിൽ കിടക്കുള്ളൂ, അങ്ങനല്ലേ? മിക്കപ്പോഴും അങ്ങനെയല്ലേ, നമ്മൾ ചുറ്റി വളഞ്ഞിങ്ങനെ വട്ടത്തിൽ കിടക്കും, അതാണ് ഓഫിഡിയോഫോബിയ. നിക്ടോഫോബിയ എന്ന് വെച്ചാൽ ഇരുട്ടിനെ പേടിനെയാണ് നിക്ടോഫോബിയ. മനസ്സിലായോ? ആക്രോഫോബിയ എന്ന് വെച്ചാൽ ഹൈറ്റിനെ പേടി. നല്ല പൊക്കിയല്ലേ എഴുതുന്നത്. സോ ആക്രോഫോബിയ എന്ന് വെച്ചാൽ ഹൈറ്റിനെ പേടിയാണ്. സ്നേക്സ്, ഒഫിഡിയോഫോബി, ഡാർക്ക്നെസ്, നിക്ടോഫോബി, ഹൈറ്റ് എന്തായിരുന്നു? ആക്രോഫോബിയ. അത് തന്നെ ആക്രോഫോബിയ. ദ ആൻറ്റോണിം ഓഫ് ദ വേർഡ് കാലസ്. കാലസിൻ്റെ ഓപ്പോസിറ്റ് കമ്പാഷനേറ്റ് എന്നാണ്. കമ്പാഷനേറ്റ്. 71. ലോപസന്ധിക്ക് ഉദാഹരണം എഴുതുക. വന്നില്ല, വന്നു, അധികം, ഇല്ല. ആ വന്നൂല് ഊകാരം എടുത്തങ്ങോട്ട് കളയുന്നു, പോകുന്നു. മനസ്സിലായോ? അതാണ് ലോപസന്ധി. നദി എന്ന പദത്തിന് സമാനമായ പദം. നദി, വാഹിനിയാണ് സമാനമായ പദം. എന്ന് വെച്ചാൽ വഹിച്ചുകൊണ്ട് പോകുന്നത് എന്തോ അതിനെയാണ് വാഹിനി എന്ന് പറയുന്നത്. നദിയും വഹിച്ചുകൊണ്ട് പോകുന്നു. സോ വാഹിനി മീൻസ് വഹിച്ചുകൊണ്ട് പോകുന്നത് എന്തോ അത്. ശരിയായ പദം കണ്ടെത്തി എഴുതുക. തിരശ്ചീനം ഇങ്ങനെ ഓർത്തിരിക്കുക. നമ്മൾ തിരയുള്ളത് എവിടെയാണ്? കടലിൽ പോയി ബീച്ചിൽ പോയിരിക്കുമ്പോൾ തിര. ഈ തിര വരുമ്പോൾ വെറുതെ മിണ്ടാണ്ടാണ് വന്നത്, അല്ല അങ്ങനെയല്ലേ തിര വരുന്നത്. എപ്പോഴും ഷൂ അടിച്ചുകൊണ്ടിരിക്കും. വരുമ്പോൾ
ഒരു തിര വന്ന് അപ്പം ഷൂ അടിച്ചു, നല്ല ഒച്ചത്തിൽ വന്ന് ഷൂ അടിച്ചിട്ട് പോകുന്നു, പിന്നെ അടുത്ത തിര വരുന്നു, വീണ്ടും ഷൂ അടിച്ചിട്ട് പോകുന്നു. അങ്ങനെയാണ് തിരശ്ചീനം. ഷായുണ്ട്. പൂജക ബഹുവചനത്തെ ഉദാഹരണം എഴുതുക. താങ്കൾ. താങ്കൾ എന്ന് പറയുന്നത് ഒരു പൂജക ബഹുമാനമാണ്. താങ്കൾ. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ അന്ന് അർത്ഥം വരുന്ന ഒറ്റപ്പദം ദ്രുദിക്ഷു, ദിദൃക്ഷു. പിപാസു കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, മുമുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ. പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം. ഈ ക്രിയകൾ അകർമ്മകം സകർമ്മകം. സകർമ്മകത്തിൽ ക്രിയ ഉണ്ട്, കർമ്മമുണ്ട്. അകർമ്മത്തിൽ കർമ്മമില്ല. പിന്നെ കാരിതം, പിന്നെ കേവലക്രിയ, പ്രയോജകക്രിയ. കേവലക്രിയയിൽ നമ്മൾ തനിയെ ഒരു ക്രിയ നമ്മൾ തനിയെ ചെയ്യുന്നതാണെങ്കിൽ അത് കേവലക്രിയ. പ്രയോജകക്രിയയിൽ മറ്റൊരാളാൽ ചെയ്യപ്പെടുകയാണെങ്കിലാണ് പ്രയോജകക്രിയ. പിന്നെ കാരിതവും അകാരിതവും. ഈ കേവലക്രിയയിൽ കൂ വരുന്നത് കാരിതം, കേവലക്രിയയിൽ കൂ വരാത്തത് അകാരിതം. മനസ്സിലായോ? ഇതിൽ കാണുന്നു നമ്മൾ തനിയെ ചെയ്യുന്നതാണ്. താഴുന്നു തനിയെ ചെയ്യണം. കേൾക്കുന്നു, കേൾപ്പിക്കുന്നു അല്ല, കേൾക്കുന്നു തനിയെ ചെയ്യണം. പക്ഷെ ഓടിക്കുന്നു വേറെ ആരുടെയോ പ്രേരണയാൽ ചെയ്യുന്ന ഒരു കാരണമാണ് ഓടിക്കുന്നു. സോ അതാണ് പ്രയോജകക്രിയ. ആരോഹണം എന്ന വാക്കിൻ്റെ വിപരീത പദം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ആരോഹണം, അവരോഹണം, അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ. അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. നമ്മൾ പശു അയവിറച്ചു എന്ന് പറയും. അത് തിന്ന് ചവച്ചരച്ച സാധനം വീണ്ടും എടുത്ത് തിന്നാനുള്ള ഒരു കഴിവുണ്ട്. അതാണ് എപ്പോഴും പശു ഇങ്ങനെ അയവിറച്ചുകൊണ്ടിരിക്കും. വിണ്ണധികം തലം, വിണ്ടലം. പിന്നെ അത് താഴെ തന്നിരിക്കുന്നതെന്ന് പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക. അവൾ പെണ്ണ്, മകൾ പെണ്ണ്, സമർത്ഥ പെണ്ണ്. മിടുക്കൻ മാത്രമേ ഇവിടെ ആണുള്ളൂ. ഇതടുത്തത് അവരുടെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഉത്തരം കിട്ടാൻ പറ്റുന്നത് കുറച്ചുണ്ട്. അത് നോക്കാം. ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ എന്തൊക്കെയാണുള്ളത്? ഓക്സിജൻ, ഇന്ധനം, താപം. ജലമില്ല. ഇനി അടുത്തത് 83 നോക്കിക്കോ. ഒരു യൂണിറ്റ് മാസമുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ ഏത് പേരിൽ സൂചിപ്പിക്കുന്നു? ഇത് നമുക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് കോൾഡ് വിശിഷ്ട താപധാരിത. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. ഒരു യൂണിറ്റ് മാസമുള്ള വസ്തുവിന് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ ഏത് പേരിൽ സൂചിപ്പിക്കുന്നു? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, വിശിഷ്ട താപധാരിത. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏതാണ്? അതാണ് സ്റ്റാർവേഷൻ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത് ഏത് വിധമാണ്? സൺ ടു എർത്ത്. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എങ്ങനെയാണ്? വികിരണം. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വികിരണം. വി എഴുതുന്നത് എങ്ങനെയാണ്? വിക്ടറി പോലെയല്ലേ? വി നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കില്ലേ? വിക്ടറി പിടിക്കില്ലേ? വി. സോ സൂര്യൻ അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് പ്രകാശം തന്നിട്ട് ഇങ്ങനെ വിക്ടറി, ഞാൻ നിനക്ക് തന്നേ എന്ന് പറഞ്ഞുള്ള വിക്ടറിയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്താൽ മതി. വികിരണം, വി. പിന്നെ 88 നോക്കിക്കോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായ രീതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്രോൾ ആണെങ്കിൽ പതയാണ് നല്ലത്. പെട്രോൾ പത. പെട്രോൾ തീപിടുത്തം അണയ്ക്കാൻ നല്ലത് ഏതാണ്? പത. ഗാർഹിക പാചകവാത സിലിണ്ടറിൽ നിന്ന് LPG ലീക്ക് ആയാൽ ആയത് ഗന്ധം കൊണ്ട് തിരിച്ചറിയുന്നതിന് LPGയുടെ ഒപ്പം ചേർക്കുന്ന രാസപദാർത്ഥം ഏത്? ഈഥൈൽ മെർക്യാപ്റ്റനാണ് നമ്മൾ ചേർക്കുന്നത്. അതിനുള്ള വേറൊരു പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈഥൈൽ എത്തിയോൾ. ഈഥൈൽ എത്തിയോൾ ആണെന്നാണ് പറയുന്നത്, ഈഥൈൽ മെർക്യാപ്റ്റൻ. നമ്മൾ CPR കൊടുക്കാൻ പറയില്ല ഫസ്റ്റ് എയ്ഡ് ആയിട്ട്. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? കാർഡിയോ പൾമണറി റെസ്ക്യൂ അല്ല, റിസസിയേഷൻ ആണ്. കാർഡിയോ പൾമണറി റിസസിയേഷൻ. എന്തിനാണ് CPR കൊടുക്കുന്നത്? ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി. പിന്നെ ഈ എപ്പിഗ്ലോട്ടിസിൻ്റെ ധർമ്മം എന്ത്? നമ്മൾ പഠിക്കുന്നതാണ്, ശ്വസനം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് എപ്പിഗ്ലോട്ടിസ്. ഇതിൻ്റെ ധർമ്മം എന്താണ്? നമ്മുടെ ഭക്ഷണവും വെള്ളവും ശ്വസനനാളത്തിലേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് എന്താണ്? ഭക്ഷണവും വെള്ളം ശ്വസനനാളത്തിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. മുറിവിൽ നിന്ന് രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുകയും ആയതിന് കടും ചുവപ്പ് നിറമാണെങ്കിൽ ഏതുതരം രക്തസ്രാവത്തെ സൂചിപ്പിക്കുന്നു? ഇവിടെ പറയുന്നത് ധമനികൾ മുറിഞ്ഞുള്ള, പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ളത്
ധമനികളിൽ നല്ല ബ്ലഡ് ആയിരിക്കും, ബ്ലഡ് കളറായിരിക്കും. മറ്റേതിൽ സിരകളിൽ ഭയങ്കര ഡാർക്ക് ബ്ലഡ് കളറായിരിക്കും. മനസ്സിലായോ? ഭയങ്കര ഡാർക്കായിരിക്കും. ഇങ്ങനെ കറുപ്പ് കൂടിയ രക്തമായിരിക്കും സിരകളിൽ ഉണ്ടാവുന്നത്, കാരണം അതിൽ അഴുക്ക് രക്തമാണ്. പക്ഷേ ധമനികളിൽ നല്ല രക്തമായിരിക്കും. ഇവിടെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടത്. 99ാമത്തെ ക്വസ്റ്റ്യൻ. മനു തൻ്റെ കമ്പ്യൂട്ടറിൽ പൂർത്തീകരിച്ച് വച്ച നിർണായകമായ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് മനുവിൻ്റെ അനുമതിയില്ലാതെ കണ്ടെത്താനും നശിപ്പിക്കുവാനും വേണ്ടി മനുവിൻ്റെ സഹപ്രവർത്തകൻ വിനു ശ്രമിക്കുന്നു. ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് മറ്റൊരു സഹപ്രവർത്തകനായ വരുണാണ്. മനുവിൻ്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച ഔദ്യോഗിക റിപ്പോർട്ടിൽ വൈറസ് കലർത്തി നശിപ്പിച്ചു. ഇവിടെ വിനുവും വരുണും ചെയ്ത കുറ്റം എന്താണ് കുറ്റം? കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവ നാശനഷ്ടം വരുത്തി വയ്ക്കുക. 100ാമത്തെ ക്വസ്റ്റ്യൻ. ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വ്യാജേന മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും ഫോൺ മുഖേനയും ഇമെയിൽ മുഖേനയും ചോർത്തിയെടുത്തു. ശേഷം മുതിർന്ന പൗരൻ്റെ അക്കൗണ്ടിൽ നിന്നും 71,000 രൂപ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നടന്ന കുറ്റകൃത്യമേത്? തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡൻറ്റിറ്റി തെഫ്റ്റാണ്. തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡൻറ്റിറ്റി തെഫ്റ്റാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇതിലുള്ളത്. എല്ലാവരും ഇത് നോക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.